എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, എനിക്ക് മെസ്സേജ് അയച്ച ആൾക്ക് ഉണ്ടായ ഒരു സ്കാമിനെ പറ്റി പറയാനാണ്. പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ച വേറെ ഒന്നുമില്ല, ആ സ്കാം സാധാരണക്കാരായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്കാമാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് ഡീറ്റെയിൽസ് അയച്ചു തരാം, എന്നിട്ട് ജെനുവിൻ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും സെൻഡ് ചെയ്യുന്നു. അത് കണ്ടപ്പോൾ എനിക്കും ഇത് ജെനുവിൻ ആയിട്ടുള്ള സംഭവമായിട്ടാണ് തോന്നിയത്. അതുമാത്രമല്ല, പുള്ളിക്കാരൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ഒട്ടനവധി ആൾക്കാരെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ഇനി സംഭവം എന്താണെന്ന് പറയാം. വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളാണ്. നമുക്ക് എല്ലാവർക്കും പൈസ ആവശ്യമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ പല ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും. പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നാഷണലൈസ് ബാങ്കിൽ നിന്ന് ആയിക്കോട്ടെ, നമ്മളെല്ലാവരും ലോൺ എടുത്തിട്ടുണ്ടാവും. അത്യാവശ്യം സിബിൽ സ്കോറും ഉണ്ട്. നിങ്ങൾക്ക് മന്ത്ലി സാലറി കിട്ടുന്ന ഒരു ജോലിയും കൂടെ ഉണ്ടെങ്കിൽ ഈ ലോണുകൾ കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലാത്ത ചില ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് സിബിൽ സ്കോർ ചിലപ്പോൾ കുറവായിരിക്കും, അല്ലാന്നുണ്ടെങ്കിലും മന്ത്ലി സാലറി കിട്ടുന്നൊരു ജോലി ഉണ്ടാകില്ല. ഗവൺമെൻറ് ജോലി അല്ല, ഒരു പ്രൈവറ്റ് ജോലി ആണെങ്കിലും മന്ത്ലി സാലറി കിട്ടുന്ന ജോലി ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അതായത് കൂലിപ്പണിക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് ഈ ലോൺ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളത്. ഇപ്പോൾ പൈസയ്ക്ക് ആവശ്യമുള്ള അത്യാവശ്യം പെട്ട് നിൽക്കുന്ന ഒരാൾ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കിട്ടാനായിട്ട് നമ്മൾ എന്തായാലും നോക്കും. അങ്ങനെ നോക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നുണ്ടാവും. ഇപ്പം ലോണിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ടായിക്കോട്ടെ ചിലപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യും, ലോണിനെ പറ്റി സെർച്ച് ചെയ്യും. ഇപ്പോൾ ബജാജിൻ്റെ ലോണുകളും അതും ഇതൊക്കെ ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും. എനിക്ക് മെസ്സേജ് അയച്ച ആൾക്കും ഉണ്ടായത് അത് തന്നെയാണ്. വേറെ ഒന്നുമല്ല, പുള്ളിക്കാരൻ പൈസയ്ക്ക് ഭയങ്കര ആവശ്യമുള്ള സമയത്ത് നിൽക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ ലോണിന് വേണ്ടി പല സ്ഥലത്തും നോക്കി കിട്ടിയില്ല. പുള്ളി ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ആഡ് വന്നു. അതായത് ലോൺ നമുക്ക് കിട്ടും, ആധാറോ പാൻ കാർഡോ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞൊരു പരസ്യം കണ്ടു. പുള്ളിക്കാരൻ ആ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അവർക്കൊരു മെസ്സേജ് അയച്ചു. പുള്ളിക്കാരൻ മെസ്സേജ് അയച്ച ഉടനെ തന്നെ പുള്ളിക്കാരൻ റിപ്ലൈ വന്നു. അവർ പറഞ്ഞ് അവരൊരു ഗൂഗിളിന്റെ ഫോം അയച്ചു തരാം, അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് തിരിച്ച് അയച്ചു തരാം, എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് അവർ പറഞ്ഞു. അവർ ഗൂഗിളിന്റെ ഫോം ഒരു ലിങ്കായിട്ട് അയച്ചു കൊടുത്തു. ഈ പുള്ളിക്കാരൻ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആധാറും പാൻ കാർഡും ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് തിരിച്ചയച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ചെയ്തൊരു മണ്ടത്തരാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് പരിചയമില്ലാത്ത ഒരാളും അയച്ചു തരുന്ന ഒരു ലിങ്കിലൊന്നും ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും കൊടുക്കരുത്. ഇപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണമെന്ന് പോലും ഇല്ല. ഇപ്പോൾ ഒരു അത്യാവശ്യം പണി അറിയാവുന്ന ഒരു ഹാക്കർ ആണെന്നുണ്ടെങ്കിൽ ഒരു ലിങ്ക് അയച്ചു തന്നിട്ട് നമ്മൾ ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവൻ എടുക്കാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെയുള്ളൊരു സ്കാം അല്ലായിരുന്നു. പുള്ളി അത് അയച്ചാൽ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് റിപ്ലൈ വന്നു. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ലോൺ അപ്രൂവ് ആയിട്ടുണ്ട്, അത് 2.5 ലക്ഷം രൂപ നിങ്ങൾക്ക് അപ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ആധാറും പാൻ കാർഡിൻ്റെ കോപ്പികൾ മാത്രം കൊടുത്താൽ മതി. 2 രീതിയിൽ നിങ്ങൾക്ക് പൈസ കിട്ടും. ഒന്നില്ലെങ്കിൽ ഒരു 30,000 രൂപ സാലറി ഉള്ള ഏതെങ്കിലും ഒരാളുടെ, അതായത് പ്രൈവറ്റ് ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി ആയിക്കോട്ടെ, 30,000 രൂപയെങ്കിലും സാലറി ഉള്ള ഒരാളുടെ സാലറി സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കണം. അത് വെച്ചിട്ട് ലോൺ തരും. അതായത് അയാളുടെ ജാമ്യത്തിൽ നമുക്ക് ലോൺ തരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 30,000 രൂപ ശമ്പളമുള്ള ഒരാളില്ല, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പൈസ തരും. അവിടെയാണ് പണിയിരിക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ഒരു 90% ആൾക്കാരും വീഴാൻ ചാൻസ് ഉള്ള സ്കാം ഇവിടെയാണ്. ഇതാണ് ഏറ്റവും വലിയൊരു മണ്ടത്തരം. അവർ പറയുന്നത് നമുക്ക് 2.5 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് അവരെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ 2 മാസത്തെ EMI അങ്ങോട്ട് അയച്ചു കൊടുക്കണം. ഈ 2 മാസത്തെ EMI എന്ന് അവർ പറയുന്നത് ഒരു മാസത്തെ 7,500 വെച്ചിട്ട് 2 മാസത്തെ 15,000 രൂപ നമ്മൾ മുൻകൂറായിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ മുൻകൂറായിട്ട് അവർ അയച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഈ 2.5 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനുള്ള കഴിവുണ്ടെന്ന്. അപ്പോൾ അവരത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ 2.5 ലക്ഷം രൂപയുടെ കൂടെ ഈ 15,000 രൂപയുടെ കൂട്ടി 2,65,000 നമുക്ക് ഇട്ട് തരുമെന്നാണ് അവർ പറയുന്നത്. ഇത് പറയുന്നതിൻ്റെ വോയിസും കൂടെ, അതായത് ഈ ബാങ്കിൻ്റെ ആൾക്കാരുമായിട്ട് സംസാരിച്ചതിൻ്റെ വോയിസും കൂടെ പുള്ളിക്കാരൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതും കൂടെ ഇതിൻ്റെ കൂടെ ഇടാം. നമസ്കാരം സാർ, എന്റെ പേര് വിനയ് എന്നാണ്. ഞാൻ നിങ്ങളുടെ ലോണിന്റെ ഡീറ്റെയിൽസ് പറയാനായിട്ടാണ് വോയിസ് അയക്കുന്നത്. സാർ വോയിസ് വ്യക്തമായി കേട്ട ശേഷം എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുക. നിങ്ങളുടെ ലോൺ എമൗണ്ട് ഇവിടെ അപ്രൂവ് ആയിട്ടുണ്ട്. 2,50,000 രൂപയാണ് നിങ്ങളുടെ ലോൺ അപ്രൂവ് വെച്ചേക്കുന്നത്. എമൗണ്ട് ഇവിടെ അപ്രൂവ്ഡ് ആണ്. നമ്മൾ ഈ ഒരു തുക എന്ന് പറയുന്നത് സാറിന്റെ ID ബേസിൽ കണ്ടീഷണൽ അപ്രൂവൽ ആണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. കണ്ടീഷണൽ അപ്രൂവൽ എന്ന് പറയുമ്പോൾ സാർ ഈ ഒരു എമൗണ്ട് ഇവിടെ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ കൂടെ ഒരു ഗ്യാരണ്ടി പേഴ്സണെയും കൂടി വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ മിനിമം 30,000 അക്കൗണ്ടിൽ സാലറി വാങ്ങുന്ന ഫ്രണ്ട്സ് ഫാമിലി ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സാലറി സർട്ടിഫിക്കറ്റും ലാസ്റ്റ് 2 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും സബ്മിറ്റ് ചെയ്താൽ ഇന്ന് ബാങ്കിന്റെയും തരുന്നതിന് മുന്നേ ലോൺ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി അപ്രൂവ് ആണ് ഇവിടെ. അപ്പോൾ ഗ്യാരണ്ടി പേഴ്സൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് എനിക്ക് ഫോർവേഡ് ചെയ്താൽ ക്ലിയർ ചെയ്ത് തരാം. ഗ്യാരണ്ടി പേഴ്സൺ ഉണ്ടോ നോക്ക് സാറ്. ഗവൺമെന്റ് എംപ്ലോയി വേണമെന്നില്ല. ഇനി ഗ്യാരണ്ടി പേഴ്സൺ ഇല്ലെങ്കിൽ സെൽഫ് ഗ്യാരണ്ടിയിൽ ചെയ്യണമെങ്കിൽ സ്വന്തം ജാമ്യത്തിൽ ചെയ്യാം. സ്വന്തം ജാമ്യത്തിൽ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് EMI കാര്യങ്ങൾ പെൻഡിങ് വരാൻ പാടില്ല. സെൽഫ് ഗ്യാരണ്ടി ചെയ്യുമ്പോൾ ലോൺ എമൗണ്ടിന്റെ ആദ്യത്തെ 2 മാസത്തെ EMI നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കമ്പനിക്ക് ചെക്ക് ചെയ്യാനായിട്ട് ആദ്യത്തെ 2 മാസത്തെ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് സെൽഫ് ഗ്യാരണ്ടിയിൽ എമൗണ്ട് കളക്ട് ചെയ്യും. ഈ അടയ്ക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. ഇവിടെ വാങ്ങി വെക്കുന്ന ഫീസ് ചാർജ് കാര്യങ്ങളൊന്നും അല്ല. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കമ്പനിക്ക് ചെക്ക് ചെയ്യാനുള്ള ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് പേയ്മെന്റ് ചെയ്താൽ മാക്സിമം ഒരു 20 മിനിറ്റ് കൊണ്ട് ഈ ലോൺ എമൗണ്ട് പ്ലസ് അടയ്ക്കുന്ന എമൗണ്ട് വരാൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ സാർ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോക്കി ഒരു കൺഫർമേഷൻ അറിയുക. ഗ്യാരണ്ടിക്ക് ഒരാളെ വെക്കുകയാണോ അതോ സ്വന്തം ജാമ്യത്തിൽ ചെയ്യുകയാണോ
എന്തായാലും ഈ വോയിസ് കേട്ടിട്ട് വ്യക്തമായ ഒരു റിപ്ലൈ എന്തായാലും അറിയിക്കും കേട്ടോ. എനിക്ക് മെസ്സേജ് അയച്ച ആൾ പറഞ്ഞത് പുള്ളിക്കാരൻ ആകെ പെട്ട് നിൽക്കുമായിരുന്നു. അതായത് ഹൗസിംഗ് ലോൺ മുടങ്ങി, പിന്നെ അതൊക്കെ ചിട്ടിയും കാര്യങ്ങളൊക്കെ മുടങ്ങി, ലോണുകൾ വേറെ പേഴ്സണൽ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മുടങ്ങി ആകെ പെട്ട് നിൽക്കുന്ന സമയമായിരുന്നു പറഞ്ഞു. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ റിസ്ക് എടുത്തിട്ട് 2.5 ലക്ഷം കിട്ടുമല്ലോ. പുള്ളി ഓർത്തത് ആ 2.5 ലക്ഷം കിട്ടുവാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും തീരും. അവരവിടെ നിന്ന് ഒരു സ്കാനർ അയച്ചു കൊടുത്തു. പുള്ളിക്കാരെ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് ഈ കമ്പനിയുടെ പേരും കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിക്കുന്നുണ്ടെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ പുള്ളി കൂടുതൽ വിശ്വസിച്ചു. പുള്ളിക്കാരൻ 15,000 രൂപ അയച്ചു കൊടുത്തു. ആ 15,000 രൂപ പുള്ളിക്കാരൻ അയച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ഡീറ്റെയിൽസും ഇല്ല, അതായത് ഒരു കോൺടാക്റ്റും ഇല്ല. പുള്ളിക്കാരൻ അങ്ങോട്ട് മെസ്സേജ് അയക്കാനും പറ്റണില്ല, ഒന്നും ചെയ്യാൻ പറ്റണില്ല. പുള്ളിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമില്ല, നമ്മളെല്ലാവരും പൈസയ്ക്ക് ആവശ്യമുള്ള ആൾക്കാരാണ്. നമ്മൾ പെട്ട് നിൽക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകും ജീവിതത്തിൽ. പക്ഷേ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ഒരിക്കലും ഇത്തരം മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. ഇപ്പോൾ എനിക്ക് ഡീറ്റെയിൽസ് അയച്ചു തന്ന ആളാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ്റെ ഒരു അവസാനത്തെ കച്ചിത്തിരുമ്പെന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ ചെയ്തത്. നമ്മുടെ അങ്ങനെയുള്ള അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഓൺലൈൻ സൈറ്റുകളിൽ ഇതേപോലത്തെ തെണ്ടിത്തരം കാണിച്ചുകൊണ്ട് ഓരോരുത്തന്മാർ ഇരിപ്പുണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ല. ഇതുപോലെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഇനി ഗൂഗിളിൽ എവിടെ ആയിക്കോട്ടെ ഓൺലൈൻ പരസ്യങ്ങൾ കണ്ടിട്ട് ഒരിക്കലും ഒരു ലോണിന് അപ്ലൈ ചെയ്യാതിരിക്കുക. അതുപോലെ അപ്ലൈ ചെയ്താൽ തന്നെ ഒരിക്കലും നമ്മൾ മുൻകൂറായിട്ട് പൈസ കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുള്ളിക്കാരൻ ചെയ്ത പോലെ ഗൂഗിളിൻ്റെ ഫോം അയച്ചു തന്നിട്ട് ഒരു ലിങ്ക് അയച്ചു തന്നു, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആധാറും പാൻ കാർഡൊന്നും ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. അത് തന്നെ ഒരു മണ്ടത്തരാണ്. പുള്ളിയുടെ ഭാഗ്യത്തിന് അങ്ങനെ ഒരു സ്കാം ഉണ്ടായില്ല. തട്ടിപ്പിന് വേണ്ടി മാത്രമാണ്, നമ്മളെ പറ്റിച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി നമ്മുടെ സേഫ്റ്റി നോക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടും പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു വേറെ ഒന്നുമല്ല, ചേട്ടൻ ഈ വീഡിയോ ഇടുവാണെന്നുണ്ടെങ്കിലും ആ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ് സെക്ഷനിൽ പുള്ളിക്കാരനായിരിക്കും ഏറ്റവും കൂടുതൽ തെറിയാക്കുന്നത്. ഇവൻ ഏത് പൊട്ടനാടാ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ഇപ്പോഴും കാണിക്കാമെന്നൊക്കെ ചോദിച്ച് പുള്ളിക്കാരൻ തെറിയാക്കും എന്നുള്ളവരും പുള്ളിക്ക് അറിയാം. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, ഇങ്ങനത്തെ മണ്ടത്തരത്തിലൊന്നും ചെന്ന് ചാടരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം.